മേൽപ്പാടൻ ആനന്ദൻ തൻ്റെ ഗതകാല സ്മരണകളിലേക്ക് എത്തി നോക്കി. തൻ്റെ മുറുക്കാൻ ചെല്ലമെടുത്ത് ഓരോന്നിൽ നിന്നും കൂട്ടുകൾ മിശ്രിതമാക്കി വെറ്റിലയിൽ ചുരുട്ടി മടക്കിയെടുത്ത് വായിലേക്ക് വെച്ചു. അയാൾ ആ നാടിൻ്റെ പൊന്നോമനയാണ്. ആ അധരങ്ങളിൽ നിന്നുതിരുന്ന മന്ത്രോച്ചാരണങ്ങൾക്ക് പോലും ഒരു താളലയമുണ്ട്. അധരചലനങ്ങൾക്ക് പോലും സംഗീതധ്വനിയുണ്ട്. തൻ്റെ 20-ാം വയസ്സിൽ ചിറ്റേടത്ത് തറവാട്ടിൽ നിന്നും പഠിച്ച സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ ഇന്ന് അദ്ദേഹത്തെ സംഗീതത്തിൻ്റെ അവസാന വാക്കെന്നോണം പ്രശസ്തിയുടെ ഉത്തുംഗ ശൃംഗങ്ങളിൽ എത്തിച്ചിരിക്കുന്നു. പക്ഷേ മനസ്സിൻ്റെ കോണിലെ ഒരു വലിയ മുറിവ് മറ്റാരും കാണാതെ അദ്ദേഹം ഒളിച്ചുവെച്ചു. ആനന്ദിൻ്റെ പിതാവ് മാധവന് 4 മക്കളിൽ ഇളയവനാണ് അദ്ദേഹം. തൻ്റെ മാതാവായ സരസ്വതിയുടെ ആഗ്രഹപ്രകാരമാണ് മാധവൻ ഇളയ മകനെ സംഗീതം അഭ്യസിക്കാൻ ഇങ്ങു വടക്ക് കേൾവിക്കേട്ട ചിറ്റേടത്ത് തറവാട്ടിലെ കാരണവപ്പാടായ സദാശിവ ഭാഗവതരുടെ കീഴിൽ ഇരുത്തിയത്. സംഗീത ശിക്ഷണത്തിൽ തൻ്റെ പ്രതിഫലം എന്തായിരുന്നാലും അതിൻ്റെ 10-ലൊരംശം മാത്രമേ സദാശിവ ഭാഗവതർ ആനന്ദിൽ നിന്നും ഈടാക്കിയിരുന്നുള്ളൂ. അതിന് പ്രത്യേക കാരണവും ഉണ്ടായിരുന്നു. ആ ശിഷ്യൻ്റെ സംഗീതോപാസനയും അത് ചിട്ടപ്പെടുത്തിയെടുക്കാനുള്ള കഠിനാധ്വാനവും പരിശ്രമവും അദ്ദേഹത്തെ ഗുരുവിൻ്റെ പ്രാണനാക്കി. പക്ഷേ തൻ്റെ 3 വർഷത്തെ പഠനത്തിനിടയിൽ ഒളിഞ്ഞും തെളിഞ്ഞും നിലവിളക്കുപോലെ ഹൃദയവാതിൽ തുറന്ന് പ്രതിഷ്ഠയായവൾ അത് മറ്റാരുമായിരുന്നില്ല, ഗുരുവിൻ്റെ ഏകമകളും ഭർതൃമതിയുമായ ഉണ്ണീമ്മ. തന്നേക്കാൾ 6 വയസ്സ് മൂത്തവളായ ഉണ്ണീമ്മയിൽ അയാൾക്കു ജനിച്ച അനുരാഗം ഒരു ദുർബല നിമിഷത്തിൽ ഒരു കുരുന്നിനു ജീവനേകി. വിവേകം വികാരത്തിനടിമപ്പെട്ട സന്ദർഭം, പിന്നീട് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ, ഉയർന്നു വരുന്ന ഉണ്ണീമ്മയുടെ ഉദരം. ഗുരുദക്ഷിണ ഇത്തരത്തിലായി പോയതിൻ്റെ കുറ്റബോധം അയാളെ തളർത്തി. ചിന്തകൾ കാടുകയറി. ഉണ്ണീമ്മയെ തൻ്റേതാക്കി മാറ്റാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യബോധം. മാനസിക നില തെറ്റിയ നാളുകൾ. മകൻ്റെ തെറ്റായ മാനസിക നിലയ്ക്കു കാരണമറിയാതെ മാധവൻ ആശുപത്രികൾ തോറും കയറിയിറങ്ങി. 5-8 മാസത്തെ ചികിത്സകൾക്കു ശേഷം അയാൾക്ക് മകനെ തിരിച്ചെടുക്കാൻ സാധിച്ചു. ആ ശപിക്കപ്പെട്ട നിമിഷങ്ങളെയോർത്ത് ഉണ്ണീമ്മ പരിതപിച്ചു. തൻ്റെ തെറ്റിനെ ഭർത്താവ് രാവുണ്ണി സംശയിച്ചിരുന്നില്ല. എങ്കിലും ജനിച്ച ഉണ്ണിയുടെ ഛായ കണ്ട് അയാൾ ഞെട്ടി. അന്നു തൊട്ടുള്ള അയാളുടെ പീഡനം ഉണ്ണീമ്മയ്ക്ക് താങ്ങാൻ കഴിയുമായിരുന്നില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്കിടയിൽ ജീവിതം പരാജയമായി. ഉണ്ണീമ്മയുടെ പിതാവ് സദാശിവ ഭാഗവതരുടെ മരണം ശങ്കരനെയും അമ്മയെയും തളർത്തി. അങ്ങനെ ഇരിക്കവേ ആനന്ദിന് തൻ്റെ മകനെ ഒരു നോക്ക് കാണണമെന്ന് ഒരാശ തോന്നി. നനഞ്ഞ കാർക്കൂന്തിൽ തുമ്പുകെട്ടി ഈറനൊടുത്ത ദീപം തെളിയിക്കുന്ന തുളസിക്കതിരിൻ്റെ നൈർമല്യമുള്ള ഭർതൃമതിയായ ഉണ്ണീമ്മയെ ഒരു നോക്ക് കാണാനുള്ള മോഹമോ എന്താണെന്ന് അയാൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. ചിറ്റേടത്ത് തറവാടിൻ്റെ പടി കടന്നു ചെല്ലുമ്പോൾ രാവുണ്ണിസ്വാമിയെ ഭയന്നില്ല.